എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. നമസ്തേ, ദിസ് ഈസ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ. നാം ഇപ്പോൾ എക്സസൈസുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണം ഇപ്പോൾ അർഹത യോഗ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് ക്ലാസ്സിൽ നമ്മൾ ഒരു എക്സർസൈസസ് അർഹത്തിക് എക്സസൈസസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ടാണ് അതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ആന്തരികമായ തലങ്ങൾ കുറേയും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇപ്പോൾ ദ പാത്ത് ടു അർഹർഷിപ്പ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും പരിശീലിക്കുന്ന ആളുകൾക്കും ഇത് കൂടുതൽ ജ്ഞാനമുണ്ടാക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് എക്സർസൈസുകളെ കുറിച്ച് വിശദമായി പറയാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോകളിൽ പ്രാണായാമങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു, അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. വളരെ സൂക്ഷ്മമായി ആഴത്തിൽ വീണ്ടും നമുക്ക് വ്യത്യസ്തമായ വീഡിയോകളിൽ കൂടെ വിശദീകരിക്കാം. ഇപ്പോൾ കോമൺലി സാധാരണക്കാർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലും കൂടെയാണ് ഞാനിവിടെ സമർപ്പണം ചെയ്യുന്നത്. ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നാം വിചാരിച്ചത് നമ്മുടെ മസിലുകൾക്കും അസ്ഥികൾക്കും വേണ്ട ആരോഗ്യം കൊടുക്കുക എന്ന് പൊതുവെ ധാരണ എങ്ങനെയാണ്. പക്ഷെ മറിച്ച് ഇത് നമ്മുടെ ശരീരത്തെയും ഊർജ്ജമണ്ഡലങ്ങളെയും ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ള ബോധ്യതലം നമുക്ക് വേണം. വ്യായാമങ്ങൾ നമ്മുടെ ചക്രകളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ആന്തരികമായിട്ടുള്ള പല വീക്ക്നെസ്സുകളെയും റിജക്റ്റ് ചെയ്ത് കളയുന്നു, എക്സ്പെൽ ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുന്നു. This is one of the secret of physical exercises. എല്ലാ എക്സർസൈസുകളും ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഊർജ്ജക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി സെൻറ്റേഴ്സ് ആയിരിക്കുമ്പോൾ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് ഓറിക് സയൻസ് എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയ എനർജി ബോഡി നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഊർജ്ജങ്ങളെ സ്വാംശീകരിച്ച് ക്രമപ്പെടുത്തി നമ്മുടെ ശരീരത്തിലേക്ക് പകർന്നു തരുന്ന ഊർജാവസ്ഥ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ണുകളുടെ എക്സസൈസാണ് പറഞ്ഞത്. അത് നമ്മുടെ പിറ്റ്യൂട്ടറി പീനിയൽ ഗ്രന്ഥികളൊക്കെ ആയിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു, നമ്മുടെ ബ്രെയിൻ വ്യവസ്ഥയായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു, നമ്മുടെ ഇല്യൂഷൻസ് ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ഇൻ്റലിജൻസുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നെല്ലാം അതിൽ വിശദീകരിച്ചു. പിന്നെ നെക്കിനെ കുറിച്ചാണ്. ഓരോ വീഡിയോ ഓരോ എക്സസൈസിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അത് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നു. നെക്ക് നമ്മുടെ ത്രോട്ടും സെക്കൻഡറി മൈനർ ത്രോട്ട് ചക്രയും വിശുദ്ധി ചക്ര ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ത്രോട്ട് നമ്മുടെ സൈക്കോളജിക്കൽ ഫങ്ഷനിൽ ഹയർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് തരുന്നതാണ് ത്രോട്ട് എനർജി സെൻറ്റർ. ഫിസിക്കൽ ഫങ്ഷൻസ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് തൈറോയിഡ്, പാരാതൈറോയിഡ് ആൻഡ് ഫുഡ് ട്യൂബ്, സൗണ്ട് ബോക്സ് ആൻഡ് എയർ ട്യൂബാണ്. മറിച്ച് അതിൻ്റെ മാനസിക തലത്തിൽ നമുക്ക് വിഭാവനങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കാണെങ്കിൽ പോലും വ്യത്യസ്തമായ തരത്തിൽ ക്രിയേറ്റീവായിട്ട് ആലോചിക്കാനൊക്കെ ശക്തി തരുന്നതാണ് ത്രോട്ട്. അത് ഈ നെക്ക് എക്സർസൈസ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് സൈഡ് വേസ് ചെയ്യുമ്പോൾ സഹായിക്കുന്നു. അതിൻ്റെ കൗണ്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ഏരിയ, നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലും നോർമലി ഹയർ അബ്ഡോമിനൽ ഏരിയ, ലങ്സ്, ഫിസിക്കൽ ഹാർട്ട്, തൈമസ് ഗ്ലാൻഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ ഫിസിക്കൽ ഫങ്ഷനിൽ നോക്കുമ്പോൾ സോളാർ പ്ലെക്സസ് ആൻഡ് ഹാർട്ട് ചക്ര, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹാർട്ട് ചക്ര ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളാർ പ്ലെക്സസ് ചക്ര, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്സർസൈസാണ്. അതുപോലെ തന്നെ ഡയഫ്രം, നമ്മുടെ സ്റ്റൊമക്ക്, സ്പ്ലീൻ,
സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ പ്ലീഹ, ബ്ലഡ് ശുദ്ധീകരിക്കുന്ന അവയവം. അവിടെ 2 വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. ചക്ര എന്നറിയുന്ന പ്രാണ ഊർജത്തെ സ്വീകരിക്കുന്ന, നമുക്ക് വൈറ്റാലിറ്റി കിട്ടാനായിട്ട് പ്രകൃതിയിൽ നിന്നും പ്രാണനെ സ്വാംശീകരിച്ചെടുത്ത് ശരീരത്തിലേക്ക് പൂർണ്ണമായി വിതരണം ചെയ്യുന്ന ഒരാളാണ് സ്പ്ലീൻ ചക്ര. അതിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട്. ഈ ട്രങ്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ അതൊക്കെ ആക്ടിവേറ്റ് ആവുകയും നമുക്ക് ധാരാളം ശുദ്ധമായ പ്രാണനെ സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള കെട്ടിക്കിടക്കുന്ന മലിന ഊർജ്ജങ്ങൾ പുറന്തള്ളി കളയുന്നു. സോളാർ പ്ലെക്സസ് ചക്ര ഈ ട്രങ്ക് ഏരിയയിലുള്ള എല്ലാ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല സോളാർ പ്ലെക്സസിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ ഡിസയർ ഉണ്ടാക്കുക, അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ടാവുക, നമുക്കത് നേടണമെന്നുണ്ടാവുക, അതെൻ്റെ സ്വന്തമായിരിക്കണമെന്നുണ്ടാക്കുക. അതേപോലെ തന്നെ കറേജ് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ സോളാർ പ്ലെക്സസിൻ്റെ ഫങ്ഷൻ ധൈര്യം ഉണ്ടാക്കുന്നതിനും നമുക്ക് നല്ല നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ സോളാർ പ്ലെക്സസിൻ്റെ എനർജിയാണ് നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നത് സോളാർ പ്ലെക്സസിലാണ്. വെറുപ്പ്, വിദ്വേഷം, കോപം, അലസത, ഭയം, അങ്ങനെ സ്കിസോഫ്രെനിക് പല ഡിഫറെൻറ്റ് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ഉണ്ടായിരിക്കാം. ഇതിനെയൊക്കെ എക്സ്പെൽ ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് ഈ ട്രങ്ക് എക്സർസൈസ് സഹായമാകും. ഇതിന് ഒരു കൃത്യമായ കൗണ്ടിൽ കൂടെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ നാം വിചാരിക്കുന്നത് ഇത് ബോഡി ഫ്ലെക്സിബിലിറ്റിക്കാണെന്നാണ്. വളരെ ലളിതമായി നാം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഈ പരിശീലനം. പക്ഷേ ഇതിൻ്റെ ആന്തരികമായൊരു സ്വഭാവം നമ്മുടെ ചക്രകളെ ശുദ്ധീകരിച്ച് അതിലേക്ക് വേണ്ട ശുദ്ധമായ ഊർജത്തെ ആഗിരണം ചെയ്ത് ശക്തിപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഈ എക്സർസൈസിൻ്റെ ശക്തിയാണ്. മാത്രമല്ല ഹാർട്ട്, ഫിസിക്കൽ ഹാർട്ട് നമ്മുടെ ഇടതുഭാഗത്തായിട്ട്, നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഇതിനെ കൃത്യമായിട്ട് പ്രവർത്തിക്കാനും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുമൊക്കെ ഈ ട്രങ്ക് എക്സർസൈസ് സഹായിക്കുന്നു. ബാക്ക് ഹാർട്ട് ചക്ര, ഫ്രണ്ട് ഹാർട്ട് ചക്ര, ഫിസിക്കൽ ഹാർട്ട് തൈമസ് ഗ്ലാൻഡ്, ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റത്തെയൊക്കെ വളരെ മികച്ചതാക്കാനായിട്ട് ഈ ട്രങ്ക് എക്സർസൈസ് സഹായിക്കുന്നു. വളരെ ലളിതമാണ്, നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആന്തരികമായ ശാസ്ത്രം കൂടി മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. യോഗിക് സാധനങ്ങളിൽ ഇത് വളരെ അമൂല്യമാണ്. നമ്മുടെ ചീത്ത ഊർജ്ജങ്ങളെ, നമ്മുടെ ചക്രകളിലുള്ള മലിനമായി കിടക്കുന്ന ഊർജ്ജങ്ങളെ എടുത്ത് റിജക്റ്റ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നല്ല ഊർജ്ജത്തെ സ്വാംശീകരിച്ച് നമ്മളെ ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെയും മെൻ്റൽ സ്റ്റേറ്റിനെയും ഫിസിക്കൽ സ്റ്റേറ്റിനെയും, കാരണം സ്പ്ലീൻ ചക്ര പ്രാണോർജ്ജത്തെ സ്വീകരിക്കുന്നു, ശരീരത്തെ കൂടുതൽ വൈറ്റാലിറ്റി തരുന്നു. അതുപോലെ തന്നെ സോളാർ പ്ലെക്സസ് കൂടുതൽ കറേജിയസ് ആക്കുന്നു, ഡിസയർ ഉണ്ടാക്കുന്നു, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത് കളയുന്നു. ഫിസിക്കൽ ഹാർട്ടിൻ്റെ പമ്പിങ് പവർ കൂടുന്നു, കൃത്യമായ അളവിലേക്ക് ചിട്ടയായ ക്രമങ്ങളിലേക്ക് ആ താളക്രമങ്ങൾ മാറുന്നു. ലങ്സ് കൃത്യമായി പ്രവർത്തിക്കുന്നു, റെസ്പിറേറ്ററി ശ്വസന സംബന്ധമായ കാര്യങ്ങളൊക്കെ ലങ്സ് ക്ലീൻ ആവുമ്പോൾ ശരിയാവുന്നു. ഇതെല്ലാം ഈ ചെറിയൊരു വ്യായാമം കൊണ്ട് തന്നെ സാധ്യമാകുന്നു എന്ന് തിരിച്ചറിയണം. മാത്രമല്ല യോഗിക് സാധനകളിൽ പാത്ത് ടു അർഹർഷിപ്പ് പഠിക്കുന്ന ആളുകൾക്കായാലും ഹീലിംഗ് സമ്പ്രദായങ്ങൾ പഠിക്കുന്ന ആളുകൾക്കായാലും ഈ എക്സർസൈസ് അവർ പഠിച്ചിരിക്കേണ്ടതാണ്, പഠിച്ചിട്ടുള്ളതാണ് പഠിച്ച ആളുകൾ ഹീലിംഗൊക്കെ. അല്ലെങ്കിൽ ഇത് അറിയുന്ന, ഇത് ചെയ്യുന്നത് ഇതിനൊക്കെ ഗുണപരമാകുമെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. Especially this is dedicated to my students of the path to arhatship. GMCKസിൻ്റെ ശക്തിയും അനുഗ്രഹം കൊണ്ട് ദ പാത്ത് ടു അർഹർഷിപ്പ് പഠിച്ചവർക്ക് മാ ഷാർലറ്റിൻ്റെ അനുഗ്രഹ വർഷമായി ഈ വ്യായാമങ്ങൾ ഗുണപ്രദമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വ്യായാമം കാണിക്കാം. ഇത് 12 എണ്ണമാണ് ചെയ്യേണ്ടത്. ഒരു കൂടുതൽ ചെയ്യുന്നത് തെറ്റില്ല, പക്ഷെ എല്ലാ എക്സർസൈസുകളും ക്രമമായിട്ട് കൃത്യമായ എണ്ണങ്ങൾ പരിപാലിക്കേണ്ടതുണ്ട്. 3 സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 3 സെറ്റ് തന്നെ ചെയ്യണം, എല്ലാതും ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ട്രങ്ക് എക്സർസൈസാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളാർ പ്ലെക്സസ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹാർട്ട് ചക്ര ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്പ്ലീൻ ചക്ര.
ആക്ച്വലി ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് മെയിൻ ചക്ര ആൾസോ. ഞാനത് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാം solar plexus, front and back heart chakra and the spleen chakra, and that all area of respiratory circulatory system. Thank you. This is the exercise, very simple, very effective. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുകയും പരിശീലിക്കുകയും വേണ്ടതാണ്. കൈ വശങ്ങളിലേക്ക്, വെരി സിമ്പിൾ. 1 2 2 3 3 4 4 5. ഇത് 12 എണ്ണമാണ്. ഒരു സൈഡിലേക്ക്, 2 സൈഡിലേക്ക് വരുമ്പോൾ ഒന്നായിട്ട് കൗണ്ട് ചെയ്തിട്ട് 12 എണ്ണമാണ് ചെയ്യേണ്ടത്. ഇത് തന്നെ ലോവർ ഏരിയയിലും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലൈക്ക് ദിസ്, താഴേക്ക്. മറ്റേത് നമ്മൾ മിഡിൽ പാത്തിലാണ് ചെയ്തതെങ്കിൽ ഇത് ലോവർ ഏരിയ. അപ്പോൾ നമ്മുടെ സെക്സ് ചക്ര, ബേസിക് ചക്ര ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ എക്സസൈസ് സഹായിക്കും. ദിസ് ഈസ് ലൈക്ക് ദിസ്, യു നോ, ഗോ ഡൗൺ, ഹാൻഡ്സ് ഡൗൺ, ദെൻ മൂവ്. അതുപോലെ ഈ ഏരിയയിലുള്ള നേരത്തെ പറഞ്ഞ ചക്രകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ മധ്യഭാഗത്ത് ചെയ്യുക. താഴെ ചെയ്യുന്നത് മറ്റു പല സൗകര്യങ്ങളും ഗുണങ്ങളും ശക്തികളും തമ്മിലേക്ക് കിട്ടുന്നതിന് ലഭ്യമാകും. അതിനോട് ബന്ധപ്പെട്ട വേറെ എക്സർസൈസ് പറയുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ കൈ ബാക്കിൽ വെച്ചുകൊണ്ട് അപ്പർ ഏരിയയിൽ ടേൺ ചെയ്യാം. 1 2 2 3 3 4 ഇങ്ങനെ 12 എണ്ണം ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പർ ഏരിയയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആക്ടിവേഷനായി, ഈ ചക്രകൾക്കൊക്കെ ആക്ടിവേഷൻ വന്നു. അതായത് ഒന്ന് ചെയ്യുമ്പോൾ ഒട്ടനവധി ഗുണങ്ങളുണ്ടെന്നർത്ഥം. ആദ്യം അപ്പർ ഏരിയ ചെയ്തിട്ട് മധ്യഭാഗത്ത് ചെയ്താലും മതി, ട്രങ്ക് ഏരിയയിൽ. ദെൻ ലോവർ ട്രങ്ക് ചെയ്യുക. ഇത് നമ്മുടെ മൊത്തത്തിൽ നേരത്തെ ഞാൻ എടുത്തു പറഞ്ഞ ഭാഗങ്ങൾ ഒഴിച്ച് മറ്റു ഭാഗങ്ങൾക്ക് കൂടെ ഇതിൻ്റെ ശക്തി ലഭ്യമാകുന്നു എന്നുള്ളതാണ്. വളരെ ലളിതമാണ്. ഇതൊക്കെ പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ വീഡിയോകളിലും ഓരോ എക്സസൈസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ദ പാത്ത് ടു അർഹർഷിപ്പ് പരിശീലിക്കുന്ന യോഗി തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഇത് സമർപ്പിച്ചുകൊണ്ട് എന്നും ഇത് പരിശീലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ രഞ്ജിത്ത്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് മഹാത്മാ ചോക്കോക് സുയി ആൻഡ് മാ ഷാർലറ്റ്. താങ്ക് യു. നമസ്തേ.